കേസ് ജയിക്കാൻ താൻ ഏതറ്റം വരെ പോവുകയാണെങ്കിൽ പോലും താൻ തോൽക്കൂടും. തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊന്നും തൻ്റെ കയ്യിലില്ലല്ലോ. അതുകൊണ്ടാണല്ലോ കള്ളത്തെളിവുകളുമായി താൻ കോടതിയിലേക്ക് എൻ്റെ പ്രതിയെ തേജോവധം ചെയ്യാൻ അവൻ്റെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിയതിൻ്റെ വീഡിയോ ദൃശ്യം വരെ എൻ്റെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ താനൊന്നും ഭയന്നു. താനൊക്കെ പണ്ട് ഈ കേസ് ജയിക്കാൻ വേണ്ടി കേസിൽ മൊഴി മാറ്റുന്ന പ്രതികളെ കൊണ്ട് മൊഴി മാറ്റിപ്പിക്കാനും സാക്ഷിയെ മൊഴി മാറ്റിപ്പിക്കാനും അധികാരവർഗത്തെ ദുർവ്യാനം ചെയ്യാൻ വേണ്ടിയായിരുന്നല്ലോ സർക്കാർ വക്കീല എന്ന പേര് ഇട്ടിരിക്കുന്നത്. നേരായ മാർഗത്തിലൂടെ താൻ ഇന്നവരെ കേസ് ജയിച്ച ക്ഷേത്രമുണ്ടോ? യോറാണ് മറ്റൊന്നും കണ്ടല്ല, അയാളെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. ഒരു പ്രതിയെ സാക്ഷിയെ ഭീഷണിപ്പെടുത്തും പ്രശ്നമുണ്ടാക്കി തന്നെ ഉണ്ടാക്കുമ്പോൾ സാക്ഷിയെ സ്വാധീനം ചെലുത്തി ലക്ഷക്കണക്കിന് ഭീഷണിപ്പെടുത്തിയതിൻ്റെ വീഡിയോ കോളുകളല്ലേ അതിൻ്റെ ലിസ്റ്റാ. പൂർണ്ണമായിട്ടും ഈ വീഡിയോ കോളിലൂടെ കണ്ടത് സത്യമാണ്. ഈ ഓഡിയോ കോളിലൊക്കെ കണ്ടത് സത്യമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ പ്രതിയെ ഭീഷണിപ്പെടുത്താൻ മറ്റാരില്ല, ചന്ദ്രലക്ഷ്മി. അവരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ഒന്നില്ലെങ്കിൽ സാക്ഷി പറയാൻ വന്നവരെ കള്ളത്തെളിവുകൾ നിരത്താൻ